ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരിൽ നിന്ന് പലതും കവർന്നെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അല്പം വ്യത്യസ്തമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ഇന്ത്യൻ കുടുംബത്തിൽ നിന്ന് കടം വാങ്ങിയ 35,000 രൂപ പലിശയടക്കം തിരികെ വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ പിൻഗാമികൾ. രേഖകൾ സഹിതമാണ് ഈ കുടുംബം തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധ സമയത്തോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണ് ഈ തുക കടമായി സ്വീകരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അക്കാലത്ത് 35,000 രൂപ എന്നത് ഒരു വലിയ തുകയായിരുന്നു. തുക കൈമാറിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകളും പ്രോമിസറി നോട്ടുകളും ഈ കുടുംബം ഇപ്പോഴും നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒപ്പും മുദ്രയും പതിപ്പിച്ച ഈ രേഖകൾ തങ്ങളുടെ വാദത്തിന് ബലം നൽകുന്നുവെന്ന് ഇവർ അവകാശപ്പെടുന്നു. 100 വർഷം മുമ്പത്തെ 35,000 രൂപ ഇന്നത്തെ കണക്കനുസരിച്ച് പലിശ കൂടി ചേർത്താൽ കോടിക്കണക്കിന് രൂപയാകും. ബ്രിട്ടീഷ് സർക്കാരും നിലവിലെ ഇന്ത്യൻ സർക്കാരും ഈ കടബാധ്യത തീർക്കാൻ തയ്യാറാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഇത്തരം ഇടപാടുകൾക്ക് നിലവിൽ നിയമപരമായ സാധുത എത്രത്തോളമുണ്ടെന്നത് ചർച്ചാവിഷയമാണ്. എങ്കിലും തങ്ങളുടെ പൂർവികരുടെ വിയർപ്പിന്റെ വില തിരികെ ലഭിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഇവർ.